നമസ്കാരം. ന്യൂസ് ആൻഡ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് കനത്ത ശിക്ഷാവിധിയുമായി സൗദി അറേബ്യ. തൊഴിൽ ഇഖാമ നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ. പുതിയ നിയമാവലി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. എയർ ഇന്ത്യയുടെ ഷാർജ കൊച്ചി വിമാനം യാത്ര റദ്ദാക്കി. 150ഓളം യാത്രക്കാർ ദുരിതത്തിലായി. യാത്ര റദ്ദാക്കിയത് സാങ്കേതിക തകരാർ മൂലമെന്ന് എയർ ഇന്ത്യ. കുവൈത്തിൽ സബ്സിഡി ആനുകൂല്യത്തിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം. സ്വദേശികളുടെ ഇന്ധന വൈദ്യുത ഉപഭോഗത്തിൽ പരിധി നിർണ്ണയിക്കാനും ശുപാർശ. കൊലപാതക കേസിൽ ഒമാനിൽ മലയാളി അധ്യാപികയ്ക്ക് 6 മാസത്തെ തടവ്. ശിക്ഷ ഭർത്താവ് ബെന്നി മാത്യു കുത്തേറ്റ് മരിച്ച കേസിൽ. നൈജീരിയൻ തലസ്ഥാനമായ അബൂജയിൽ ബോംബ് സ്ഫോടനത്തിൽ 71 മരണം. സ്ഫോടനം നടന്നത് ബസ് സ്റ്റേഷനിൽ. നിരവധി പേർക്ക് പരിക്ക്. ഈ വർഷത്തെ SSLC ഫലപ്രഖ്യാപനം ബുധനാഴ്ച. ഫലം വരുന്നത് പരീക്ഷ കഴിഞ്ഞ് 25-ാം ദിവസം. സൗദി അറേബ്യയിൽ വാണിജ്യ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പ്രത്യേക കേന്ദ്രം രൂപീകരിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകി. കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ അധ്യക്ഷതയിൽ യമായ കൊട്ടാരത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നീതിന്യായ രംഗത്തെ പ്രത്യേക കേന്ദ്രത്തിന് അനുമതി നൽകിയത്. സൗദി നീതിന്യായ മന്ത്രിയും വാണിജ്യ മന്ത്രിയും സംയുക്തമായി സമർപ്പിച്ച കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നുവെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച സാംസ്കാരിക വാർത്താവിനിമയ മന്ത്രി ഡോക്ടർ അബ്ദുൽ അസീസ് മുഹീദ്ദീൻ ഹോജ പറഞ്ഞു. നീതിന്യായ മന്ത്രാലയം, വാണിജ്യ മന്ത്രാലയം, സൗദി ജനറൽ അതോറിറ്റി ഫോർ ഇൻവെസ്റ്റ്മെന്റ് സാഗിയ എന്നിവയുടെ പ്രതിനിധികളും സൗദി ചാമ്പർ കൗൺസിൽ നിന്നുള്ള 3 പ്രതിനിധികളും വാണിജ്യ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ യോഗ്യരായ 3 അംഗങ്ങളും ചേർന്ന സമിതിയാണ് വാണിജ്യ തീർപ്പ് കൽപ്പനയ്ക്കുള്ള സൗദി കേന്ദ്രം എന്ന പേരുള്ള സെന്ററിന് അനുമതി നൽകുക. സൗദിയിൽ ഒന്നോ അതിലധികമോ കേന്ദ്രമോ അതിനു കീഴിൽ ഒന്നിലധികം ശാഖകളോ രൂപീകരിക്കാവുന്നതാണ്. കേന്ദ്രത്തിനു കീഴിൽ വാണിജ്യ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള മാനദണ്ഡങ്ങൾക്ക് സമിതി രൂപം കാണും. പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നവർക്കുള്ള വേതനവും മറ്റ് നിബന്ധനകളും നീതിന്യായ മന്ത്രിയുടെ അനുമതിയോടെ സമിതിയാണ് തീരുമാനിക്കുക. സൗദി ചേംബർ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിന്റെ ആസ്ഥാനം റിയാദിലായിരിക്കും. വാണിജ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സിവിൽ പ്രശ്നങ്ങളിലാണ് കേന്ദ്രം തീർപ്പ് കൽപ്പിക്കുക. ക്രിമിനൽ സ്വഭാവത്തിലുള്ളതോ കേന്ദ്രത്തിൽ നിന്ന് ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്തതോ ആയ പ്രശ്നങ്ങൾ ഈ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരില്ലെന്നും നിയമാവലിയിൽ പറയുന്നു. സൗദിക്കകത്തും പുറത്തുമുള്ള പ്രശ്നങ്ങളിൽ ഈ കേന്ദ്രമാണ് തീർപ്പ് കൽപ്പിക്കുകയും സൗദിയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുക. കേന്ദ്രത്തിന് 3 വർഷ കാലാവധിയുള്ള ബോർഡും അതിനു കീഴിൽ പ്രത്യേക പ്രവർത്തന ഫണ്ടും ഉണ്ടായിരിക്കും. മീഡിയ 1 റിയാദ്. എയർ ഇന്ത്യ വിമാനം യാത്ര റദ്ദാക്കിയത് മൂലം 150ഓളം യാത്രക്കാർ ഷാർജയിൽ ദുരിതത്തിലായി. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷാർജയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോകേണ്ടിയിരുന്ന 934 നമ്പർ വിമാനമാണ് സാങ്കേതിക കാരണം പറഞ്ഞ് മുടങ്ങിയത്. അറ്റകുറ്റപ്പണികൾ നടത്തിയ വിമാനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പുറപ്പെടുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. വിഷു ആഘോഷിക്കാൻ പുറപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് ഷാർജ വിമാനത്താവളത്തിൽ പോകാൻ ജലപാനം പോലും ലഭിക്കാതെ ദുരിതത്തിലായത്. നാളെ ഇതേ വിമാനത്തിൽ പോകാൻ താൽപ്പര്യമുള്ളവർക്ക് താമസ സൗകര്യം ഒരുക്കാമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. ഇത് പ്രകാരം ഹോട്ടലുകളിലേക്ക് പോയവർക്ക് ലഭിച്ചത് കടുത്ത അവഗണനയായിരുന്നു. ഒരു മുറിയിൽ 12-15 പേരെയാണ് കുത്തി നിറച്ചിരിക്കുന്നത്. എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. കിരൺ. ശ്രീ കിരൺ, എന്താണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം? അവര് ഞങ്ങൾക്ക് റൂം തരാന്ന് പറഞ്ഞിരുന്നു. എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾക്ക് താഴെ ഒരു ഹോട്ടലാണ് റൂം തന്നിരിക്കുന്നത്. അവിടെ ഒരു റൂമിൽ ഞങ്ങൾ 12 പേരുണ്ട്. ബാത്റൂം പുറത്താണ്. അതായത് എല്ലാവരും കൂട്ടി ഒരുമിച്ചിട്ടിരിക്കാം. രാവിലെ ഞങ്ങൾ 10:30 ഉള്ളിൽ കയറിയതാണ്. ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നു. പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഫുഡൊന്നുമില്ല. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം, അതായത് ഹോട്ടലുകാർ തന്നെ ഞങ്ങൾക്ക് പുറത്ത് പോയി കഴിക്കാൻ പറഞ്ഞ ഒരു ചിക്കൻ ബിരിയാണി, മട്ടൻ, നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഡിഷ് കഴിക്കാം. അങ്ങനെ ഒരു നേരം ഭക്ഷണം തന്നു. അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ 10 പേരായിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ട് വന്നിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് അക്കോമഡേഷൻ എവിടെയാണ് തന്നിരിക്കുന്നത്. എന്തെങ്കിലും നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തക്കതായ മറുപടിയില്ല പറയുന്നത്. വണ്ടിക്കാടെ ഞങ്ങൾ എല്ലാ തരത്തിലും നിങ്ങളോട് സഹകരിക്കുന്നുണ്ടെന്നൊക്കെ പറയണേ. ഞങ്ങൾക്ക് പോലും വേറെ ഒരു യൂറോപ്യൻ രാജ്യത്തുള്ള ഒരാളോ അല്ലെങ്കിൽ MP അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവരങ്ങനെ ചെയ്യോ? ഈ കൂട്ടി ഒരു റൂമിനകത്ത് എല്ലാവരും കൂട്ടിയിടോ? ഇല്ല. ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരാൾക്കാണ് ഇങ്ങനെ ആവണം എന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് ഒരാൾക്ക് ഒരു റൂം വെച്ച് അവർ കൊടുത്തിരിക്കും. ഞങ്ങൾ ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവഗണന എന്നാണ് ഞങ്ങളുടെ തോന്നുന്നത്. ഒരു ഇന്ത്യൻ ഫ്ലൈറ്റ് ആണിത്. അതുപോലെ തന്നെ ഒരു കാര്യമായി ഇതിൽ അവർ ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വരുന്നത് രാവിലെ ഒരു 3-4 മണിക്കൂർ ക്യൂ നിന്നിട്ട് അവർക്ക്. കിരൺ, യാത്രക്കാരിൽ അധികം പേരും എനിക്ക് തോന്നുന്നു വിഷു ആഘോഷിക്കാനായിട്ടാണ് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയത്. നാളെ വിഷു ആണ്. നാളെ വീട്ടിലെത്താൻ പലർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്താണ് മറ്റുള്ള യാത്രക്കാരുടെ പ്രതികരണങ്ങൾ? ഞങ്ങളിപ്പോ 4 പേര് കമ്പനി ഉണ്ട്. ഞങ്ങൾ 4 പേര് വിഷു ആഘോഷിക്കാൻ വേണ്ടി പോകണത്. ഒരാഴ്ചത്തെ ലീവ് എടുത്ത് പോകുന്നത് ഞങ്ങള്.
അപ്പൊ ഞങ്ങൾക്ക് വിഷുവിന് എത്താൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ചോദിച്ചും പഠിച്ചു ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഒരു ഫ്ലൈറ്റ് ആണ് തന്നിരിക്കുന്നത്, അതായത് 12:05 പറഞ്ഞിരിക്കുന്ന ടൈം. കിരൺ, ഇതുമായി ബന്ധപ്പെട്ട് ഈ എയർ ഇന്ത്യ കമ്പനിയുടെ ഈ നടപടിക്കെതിരെ പരാതി നൽകാൻ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെല്ലാവരോടും പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ട് ആർക്കും അങ്ങനെ ഇതില്ല. കുറെ പേര് അവർ കോഴിക്കോട്ടേക്ക് വിട്ടു, കുറച്ച് പേരെ കൊച്ചിക്ക് വിട്ടു, കുറച്ച് പേര് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വിട്ടു, കുറെ പേരെ ലഗേജ് മിസ്സായി. ഇപ്പൊ ഇവിടെ ലഗേജ് ഒക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കുറച്ച് പേര്. പിന്നെ വിസിറ്റിംഗ് ബസ്സിക്ക് വന്നവരുണ്ട്, അതായത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ വിസ ക്യാൻസൽ, അവർക്ക് പിന്നെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെയുള്ളവരൊക്കെ കഷ്ടപ്പെട്ട റൂമിൽ കിടക്കാം 12 പേര് കൂടെ, വേറൊരു നിവൃത്തിയില്ല അവർക്ക്. വളരെ നന്ദി ശ്രീ കിരൺ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മറ്റൊരു വാർത്തയിലേക്ക്. കൊലപാതക കേസിൽ ഒമാനിൽ മലയാളി അധ്യാപികയ്ക്ക് 6 മാസത്തെ തടവ്. ഭർത്താവ് നിലമ്പൂർ സ്വദേശി ബെന്നി മാത്യു കുത്തേറ്റ് മരിച്ച കേസിലാണ് ഇന്ത്യൻ സ്കൂൾ അധ്യാപിക ലീനയ്ക്ക് സൂർ അപ്പീൽ കോടതി ശിക്ഷ വിധിച്ചത്. 5 വർഷത്തെ ശിക്ഷ കോടതി 6 മാസമായി ഇളവ് ചെയ്യുകയായിരുന്നു. വിചാരണ കാലത്തെ തടവ് ശിക്ഷയായി പരിഗണിച്ച് ഈ മാസം 24-ന് ലീന ജയിൽ മോചിതയാകും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 24-ലാണ് ഒമാനിലെ സൂറിൽ അക്കൗണ്ടന്റായിരുന്ന നിലമ്പൂർ അമരമ്പലം സ്വദേശി ബെന്നി മാത്യൂസ് കുത്തേറ്റ് മരിച്ചത്. വീട്ടിലുണ്ടായ സംഘർഷത്തിനിടെ ഭാര്യയുടെ കുത്തേറ്റാണ് ഇദ്ദേഹം മരിച്ചതെന്ന് വ്യക്തമായതിനെ തുടർന്ന് സൂർ ഇന്ത്യൻ സ്കൂൾ അധ്യാപിക ലീന അറസ്റ്റിലായി. മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് 5 വർഷം തടവാണ് ഒമാനിലെ കുറഞ്ഞ ശിക്ഷ. എന്നാൽ 5 വർഷത്തെ തടവ് വിധിച്ച ശേഷം കൊലപാതകത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച കോടതി ശിക്ഷ 6 മാസമായി ഇളവ് ചെയ്തു. മദ്യലഹരിയിലെത്തിയ ഭർത്താവ് മക്കളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിലാണ് ബെന്നിക്ക് കുത്തേറ്റതെന്ന വാദം കോടതി അംഗീകരിച്ചു. കുത്തേറ്റ ഭർത്താവിനെ രക്ഷിക്കാൻ ലീന ശ്രമിച്ചിരുന്നു. ഒരു നഴ്സിന്റെ സഹായത്തോടെ ശുശ്രൂഷയും നൽകി. എന്നാൽ ആന്തരിക രക്തസ്രാവം മൂലമായിരുന്നു മരണം. ദമ്പതികളുടെ മക്കളുടെ ഭാവി കൂടി കണക്കിലെടുത്താണ് ശിക്ഷ ഇളവ് ചെയ്യുന്നതെന്ന് കോടതി വ്യക്തമാക്കി. അധ്യാപികയ്ക്ക് ശിക്ഷാ ഇളവിനായി മസ്കത്ത് ഇന്ത്യൻ എംബസിയും സൂർ ഇന്ത്യൻ സ്കൂളും ശ്രമം നടത്തിയിരുന്നു. കൊലക്കേസിൽ അപൂർവമായാണ് ഇത്തരമൊരു ഇളവ് ലഭിക്കുന്നതെന്ന് സൂറിലെ ഇന്ത്യൻ എംബസി കോൺസുലർ ഏജന്റ് MAK ഷാജഹാൻ മീഡിയ വണ്ണോട് പറഞ്ഞു. പ്രതിഭാഗത്തിനു വേണ്ടി ഖാലിദ് അൽ നജാഷി അഡ്വക്കേറ്റ്സ് കോടതിയിൽ ഹാജരായി. ഈ മാസം 24-ന് ലീന മോചിതയാകും. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. ഒമാനിൽ സ്വകാര്യ മേഖലയിലെ വിവിധ തൊഴിൽ രംഗങ്ങളിൽ പ്രവാസികൾക്ക് നിയമന നിരോധം ഏർപ്പെടുത്തി. 6 മാസത്തേക്കാണ് നിരോധം. നിർമ്മാണം, ശുചീകരണം എന്നീ മേഖലകളിലെ കമ്പനികൾക്ക് ഇനി വിസ ക്ലിയറൻസ് ലഭിക്കില്ല. എന്നാൽ ജോലി ഉപേക്ഷിച്ച് പോകുന്നവർക്ക് പകരം ആളെ നിയമിക്കാൻ വിസ ലഭിക്കും. തൊഴിൽ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ അൽ ബക്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. സർക്കാർ പദ്ധതി ഏറ്റെടുത്ത കമ്പനികൾക്കും എക്സലന്റ് കാറ്റഗറിയിലെ കമ്പനികൾക്കും ഈ നിയന്ത്രണം ബാധകമായിരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. ഷിനോജ്, ഏത് തരത്തിലായിരിക്കും ഈ നിയമം ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികളെ ബാധിക്കുക? ഇത് തീർച്ചയായും കൺസ്ട്രക്ഷൻ, ഹൗസ് കീപ്പിംഗ് മേഖലയിലെ എല്ലാ പ്രവാസികൾക്കും, ഇന്ത്യക്കാരടക്കമുള്ള എല്ലാ പ്രവാസികൾക്കും ഈ നിയമന നിരോധം ബാധകമായിരിക്കും. അല്പം മുമ്പാണ് തൊഴിൽ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇനി 6 മാസത്തേക്ക് ഇത്തരം കമ്പനികളിൽ ആർക്കും ക്ലിയറൻസ് ലഭിക്കില്ല. അതേസമയം നിലവിലുള്ള ക്ലിയറൻസുകളിൽ വിസ ലഭിക്കും. അതുകൊണ്ട് ആരെങ്കിലും രാജിവെച്ച് പോയാൽ പകരം ആളെ നിയമിക്കാൻ കഴിയും. ഇത് അടുത്ത കാലത്തായിട്ട് ഒമാനിലെ പല മേഖലകളിലും കഴിഞ്ഞ 6 മാസത്തേക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. അനധികൃത തൊഴിലാളികളെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. റമീസ്, ഷിനോജ്, ഈ നിയമന നിരോധം ഏർപ്പെടുത്തിയതിലൂടെ സർക്കാർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അതായത് ഈ മേഖലയിൽ കൂടുതൽ സ്വദേശികളെ ആകർഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ കൂടുതൽ പേർ കടന്നു വന്ന് തൊഴിലെടുക്കുന്നത് ആ മേഖല പൂർണ്ണമായും ശുദ്ധീകരിക്കുക. അതായത് അനധികൃത തൊഴിലാളികൾ, വിസയില്ലാതെ കഴിയുന്നവർ, അവർക്കായിട്ടുള്ള റെയ്ഡുകൾ വളരെ ശക്തമാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 2000-ലധികം പ്രവാസികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ പൂർണ്ണമായി നിയമനം നിർത്തിവെച്ചതിന് ശേഷം ഒരു ക്ലീൻ സ്ലേറ്റിൽ കാര്യങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമമാണ് സർക്കാർ. റമീസ്, വളരെ നന്ദി ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകിയതിന്. മറ്റൊരു വാർത്തയിലേക്ക്. ലോകത്ത് നിർബന്ധമായും സന്ദർശിക്കേണ്ട 25 സ്ഥലങ്ങളുടെ പട്ടികയിൽ ദുബായിയും ഇടം പിടിച്ചു. ട്രിപ്പ് അഡ്വൈസർ വെബ്സൈറ്റാണ് പട്ടിക തയ്യാറാക്കിയത്. വിനോദസഞ്ചാരികൾക്ക് ഏർപ്പെടാവുന്ന 646 വിനോദോപാധികളാണ് ദുബായിലുള്ളതെന്നും വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് സെന്റർ ഫോർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ്, ദുബായ് ഫൗണ്ടർ, ദുബായ് ക്രീക്ക് തുടങ്ങിയവ ഇതിൽപ്പെടും. മണലാരണ്യങ്ങളിലും തീരപ്രദേശങ്ങളിലും സഞ്ചാരികൾക്ക് കാണാനേറെയുണ്ടെന്നും വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു.
കുവൈറ്റ് സൈനികർക്കായി പാകിസ്ഥാനിൽ നിന്നും പരിശീലകർ എത്തുന്നു. യുദ്ധതന്ത്രങ്ങൾ പഠിക്കാൻ പാകിസ്ഥാനിൽ സൈന്യത്തിലെ വിദഗ്ധരായ പരിശീലകരെയും വിമുക്ത സൈനിക ഉദ്യോഗസ്ഥരെയും സേവനം ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു വരികയാണെന്ന് പാകിസ്ഥാനിലെ കുവൈറ്റ് സ്ഥാനപതി നവാസ് അബ്ദുൽ അസീസ് അൽ ആൻസിയെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ പത്രമായ ദി ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനായി ഇസ്ലാമാബാദിലെ കുവൈത്ത് എംബസിയിൽ പ്രത്യേക സൈനിക കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാൻ പൗരന്മാർക്ക് മേലുള്ള വിസ നിരോധനം എടുത്തുമാറ്റുമെന്ന് ഈയിടെ കുവൈത്ത് വ്യക്തമാക്കിയിരുന്നു. വാഹനങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്ന സ്മാർട്ട് കീ സംവിധാനം യു എ വിപണിയിലെത്തിച്ചതായി ഡെൽറ്റ കോർണർ എസ്റ്റാബ്ലിഷ്മെന്റ് കമ്പനി ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൂതനമായ RFID ടെക്നോളജിയാണ് സ്മാർട്ട് കീയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. വാഹനങ്ങളെ പൂർണ്ണമായും റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാനാവുന്ന സാങ്കേതിക വിദ്യയാണ് സ്മാർട്ട് കീ എന്നും 2000 ദിർഹം മുതലുള്ള പാക്കേജ് ലഭ്യമാണെന്നും കമ്പനി ഉടമകൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ടയർ സുരക്ഷാ പരിശോധന ശക്തമാക്കുമെന്ന് ഷാർജ ട്രാഫിക് വിഭാഗം അറിയിച്ചു. വേനൽ ശക്തമാകുന്നത് കണക്കിലെടുത്താണ് പരിശോധനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. വേനൽക്കാലത്ത് ടയറുകൾ പൊട്ടിയുള്ള അപകടങ്ങൾ പതിവാണ്. നിരവധി പേരുടെ ജീവനാണ് ഇത്തരം അപകടങ്ങളിലൂടെ നഷ്ടമാകുന്നത്. ഇത് പരമാവധി ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ പറഞ്ഞു. ഇതിനായി ഇംഗ്ലീഷ്, അറബിക് ഭാഷകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്യും. വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന പാതകളിൽ പരിശോധനയ്ക്ക് പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഗുണനിലവാരം കുറഞ്ഞ ടയറുകൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും ശിക്ഷാർഹമാണെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് പോലീസിന്റെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള സൂപ്പർ ബോട്ടായ എക്സ്കാറ്റ് പുറത്തിറങ്ങി. മണിക്കൂറിൽ 85 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ബോട്ട് GCC രാജ്യങ്ങളിലെ ഇത്തരത്തിലെ ഏറ്റവും വേഗമേറിയതാണ്. ദുബായ് കിരീടാവകാശിയും സ്പോർട്സ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമാണ് ദുബായ് പോലീസിനെ ബോട്ട് സമ്മാനിച്ചത്. 2.5 ടൺ ഭാരവും 31 മീറ്റർ വീതിയുമുള്ള ബോട്ടിന് 6 പേരെ വഹിക്കാൻ ശേഷിയുണ്ട്. 780 ലിറ്റർ ശേഷിയുള്ള ഇന്ധന ടാങ്കും 60 ലിറ്റർ കൊള്ളുന്ന വാട്ടർ ടാങ്കും ബോട്ടിനുണ്ട്. ദുബായിൽ അടുത്തിടെ നടന്ന അന്താരാഷ്ട്ര ബോട്ട് ഷോയിൽ സൂപ്പർ ബോട്ട് പ്രദർശിപ്പിച്ചിരുന്നു. വിക്ടറി ടീം കമ്പനിയാണ് ബോട്ടിന്റെ നിർമ്മാതാക്കൾ. കുവൈത്തിൽ സബ്സിഡി ആനുകൂല്യത്തിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്വദേശികളുടെ ഇന്ധന വൈദ്യുതി ഉപഭോഗത്തിൽ പരിധി നിർണ്ണയിക്കാനും ശുപാർശ. സബ്സിഡി എടുത്തുമാറ്റിയാൽ പ്രവാസികളുടെ നടുപൊടിയും. പെട്രോൾ, ഡീസൽ, പാചകവാതകം, വൈദ്യുതി എന്നിവ നിലവിൽ സർക്കാർ സബ്സിഡിയോടെയാണ് കുവൈത്തിൽ വിതരണം ചെയ്യപ്പെടുന്നത്. രാജ്യത്തിന്റെ പൊതുചെലവ് ക്രമാതീതമായി വർദ്ധിച്ചത് ചൂണ്ടിക്കാട്ടി വിദേശികളെ സബ്സിഡി ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായതോടെ ഇത് സംബന്ധിച്ച സാധ്യതാ പഠനങ്ങൾക്കായി സർക്കാർ മന്ത്രിതല സമിതിയെ നിയോഗിച്ചിരുന്നു. വിദേശികളെ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് സമിതിയും ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിലവിൽ സർക്കാർ നൽകി വരുന്ന പൊതു സബ്സിഡി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക, വൈദ്യുതി ഉപഭോഗത്തിന് സ്ലാബ് അടിസ്ഥാനത്തിൽ ചാർജ് ഈടാക്കുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. നിലവിൽ സബ്സിഡി നിരക്കിൽ കിലോവാട്ടിന് 2 ഫിൽസ് എന്ന തോതിലാണ് വൈദ്യുതി ലഭ്യമാക്കുന്നത്. മാസത്തിൽ ഉപയോഗിക്കപ്പെടുന്ന കറണ്ടിന് സ്ലാബ് നിശ്ചയിക്കുകയും അമിതോപയോഗത്തിന് സബ്സിഡിയില്ലാത്ത നിരക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ദുർവ്യയം കുറക്കാനാകുമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം സബ്സിഡി ആനുകൂല്യത്തിന് പുറത്തു നിർത്തപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകും ഉണ്ടാക്കുക. വൈദ്യുതി ചാർജിൽ ഏകദേശം 22 മടങ്ങും ഇന്ധനവകയിൽ 3 മടങ്ങുമാണ് വർധന പ്രതീക്ഷിക്കുന്നത്. വർഷത്തിൽ 200 ദിനാർ പെട്രോൾ അടിക്കാനായി ചിലവഴിക്കുന്ന വിദേശിയെ സംബന്ധിച്ച് സബ്സിഡി ഇല്ലാതാകുന്നതോടെ ഈ ഇനത്തിൽ മാത്രം 400 ദിനാർ അധികമായി കണ്ടെത്തേണ്ടി വരും. മുനീർ അഹമ്മദ്, മീഡിയ 1.